അടുത്ത കാലം പണ്ടേ ഉള്ളൊരു വിഷയമാണെങ്കിൽ പോലും അടുത്ത കുറച്ച് കാലമായി ഇത് ചെയ്യുവാനുള്ള സംവിധാനം ട്രെയിനുകളിലില്ല. ജോലി ചെയ്യാൻ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ടി.ടിമാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അധിക്ഷേപങ്ങൾ, അനാവശ്യമായ പരാതികൾ, അതെല്ലാം തന്നെ നമ്മൾ കണ്ടുവരികയാണ്. അതിന് നമുക്കറിയാം, അടുത്തിടെ ഏറ്റവും ദാരുണമായൊരു സംഭവം ഉണ്ടായി. നമ്മളൊരുവനായ നമ്മുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശ്രീ വിനോദ്, അദ്ദേഹം തൻ്റെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു അനിഷ്ട സംഭവത്തിൽ ട്രെയിനിന് പുറത്തേക്ക് എടുത്തെറിയപ്പെടുകയും അവിടെ വെച്ച് മാരണമായ അദ്ദേഹം മരണപ്പെടുകയും ആണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് ഇവിടെ പല വേദികളിലും പല നെഗോസിയേഷൻ ടേബിളിലും അധികാരികൾ നമ്മൾ ഈ കാര്യങ്ങൾ അറിയിച്ചു. ഒരു ടി നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, കാരണം ഒരു ജീവനക്കാരൻ ജീവനിൽ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒന്നുമില്ല. നമ്മളെല്ലാം റെയിലേ വന്ന് പണിയെടുക്കുന്നത് നമുക്ക് അന്തസ്സായി ജീവിക്കുവാനും കുടുംബം പോറ്റാനുമാണ്. നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കുക എന്നതിലുപരിയായി നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കണം ആദ്യം. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് ഒരു കോച്ചിലും ഒരു ട്രെയിനിലും നിർഭയം ഒരു ടി.ടിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്ന് തന്നെ എന്താണ് ഉണ്ടായത്? നമ്മുടെ സഹോദരൻ വിനോദ്, അദ്ദേഹം ഒരു ടിക്കറ്റില്ലാത്ത യാത്രക്കാരനോട് അതിന് ഫൈൻ അടയ്ക്കണം, അതുപോലെ തന്നെ ആ കോച്ചിൽ നിന്ന് മാറണം എന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അയാൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു. വേറൊരു പ്രൊവോക്കേഷനുമില്ല, വേറെ യാതൊരു പ്രകോപനവും കൂടാതെ അയാൾ ചെയ്തത് എന്താണ്? വിനോദിനെ പുറകിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുന്നൊരവസ്ഥ. അദ്ദേഹം മറ്റൊരു ട്രാക്കിലേക്ക് വീണു. അതുവഴി മറ്റൊരു ട്രെയിൻ കടന്നു വന്നു. അദ്ദേഹത്തിന് അതിദാരുണമായ അന്ത്യം സംഭവിച്ചു.